ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. റവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹോളൊക്കെ ഉള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എത്രത്തോളം സോഫ്റ്റും സ്മൂത്തും ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നല്ല പഞ്ഞ് പോലെ ഇരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഏത് കറികൾ വേണമെങ്കിലും ചേരുന്നതാണ്. ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ കടലക്കറിയോ ചമ്മന്തിയോ അങ്ങനെ എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുക്കമ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള കുക്കമ്പർ എടുത്തിട്ട് അതിൻ്റെ നേർപകുതിയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി ഇതുപോലെ നൈസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ജാറിൽ ഇത് നല്ലപോലെ ഒന്ന് ഒതുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കാര്യം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇനി വേണ്ടത് ഒരു 4-5 ചെറിയ ഉള്ളിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സബോളയുടെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂണോളം ഇട്ട് കൊടുത്തു. കുക്കമ്പറിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും വേണ്ട. ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്, തേങ്ങാപ്പാലാണ്. ഒരു മുറി തേങ്ങയുടെ നല്ല കട്ടിയായിട്ടുള്ള പാലാണിത്. ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തേങ്ങാപ്പാലും ആ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു മിക്സിയുടെ ജാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടില്ല, വളരെ കുറച്ചാണ്. നമ്മൾ ഇതുപോലെ റവ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരുപാട് നേരിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 10-20 സെക്കൻഡ് മാത്രം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരു 5-10 മിനിറ്റ് നേരം മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതിന് ശേഷം ഒരു ഓയിലൊന്നും തടവാത്ത ചൂടായ പാനിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. ചൂടായി വന്ന പാന് മാവ് ഒഴിച്ചതിന് ശേഷം ഹോളൊക്കെ വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഫ്ലെയിമിൽ തന്നെ എല്ലാം ചുട്ടെടുക്കുക. എങ്കിലേ ഒരേപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഒരെണ്ണം റെഡിയായി കിട്ടി. നിറയെ ഹോളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എത്ര എണ്ണമാണോ ചുട്ടെടുക്കുന്നത് അത്രയും സമയം വരെ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ അടുത്ത ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഇതുപോലെ ഒരുപാട് ഹോൾ വന്നതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ട് 1-2 സെക്കൻഡ് അടച്ചു വെച്ചതിന് ശേഷമാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ദാ ഇതും വെന്ത് കിട്ടി. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞ് പോലെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിപ്പോൾ ഇതെടുത്ത് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഇതേപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.